എങ്ങനെയാണ് രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനം വനിതകളെ സപ്പോർട്ട് ചെയ്താൽ തകിടം മറിയുന്നത്? അവർക്ക് വേണ്ടേ വനിതകളെ? 50% വനിതകൾ രാജ്യത്തുള്ളതിനെ വേണ്ടേ? എല്ലാത്തിനെയും കൊന്നുകളയുമോ? 33% സംവരണം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ നല്ലൊരു പോംവഴി കാണിച്ചു തന്നിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് പുറംകാല് വെച്ച് ചവിട്ടി എറിഞ്ഞിരിക്കുക. പക്ഷെ നമുക്കിനി സമയമുണ്ട്. എന്തായാലും ഇവർക്കൊക്കെ ബുദ്ധി ജനിക്കും എന്ന് തോന്നുന്നു. നമസ്കാരം. വനിതാ സംവരണ ബില്ലിനെ നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശ്രീ ആർ ശ്രീലേഖ. ഈ വനിതാ സംവരണ ഭേദഗതി ബിൽ നടപ്പിലാക്കിയാൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം തന്നെ തകരാറിലാവുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതും കൂടെ പ്രതിപക്ഷം പറയണം. എങ്ങനെയാണ് രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനം വനിതകളെ സപ്പോർട്ട് ചെയ്താൽ തകിടം മറിയുന്നത്? അവർക്ക് വേണ്ടേ വനിതകളെ? 50% വനിതകൾ രാജ്യത്തുള്ളതിനെ വേണ്ടേ? എല്ലാത്തിനെയും കൊന്നുകളയുമോ? എന്താണ് അവരുടെ പ്ലാൻ? എങ്ങനെയാണത് മാറുന്നത്? അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ. ഈ വനിതകളെ വേണ്ടെങ്കിൽ എന്താണ്, പുരുഷന്മാരെ വെച്ച് മാത്രം ഭരണം മതിയോ? തകിടം മറിയുന്നത് എങ്ങനെയാണ്? വനിതകൾ കൗൺസിലിൽ വന്നിട്ട് തകിടം മറിഞ്ഞോ? ഒരു വനിത എന്നുള്ള രീതിയിൽ ഈ വനിതാ സംവരണ ബില്ലിനെ എങ്ങനെയാണ് നോക്കി? വളരെ നല്ല ഒരു കാര്യമാണ്. ഒരു വനിത എന്നുള്ള നിലയിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഏതൊരു വ്യക്തിയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് വളരെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ്. വളരെ നല്ല ഒരു പോംവഴിയാണ് അത് കാണിച്ചു തന്നിരിക്കുന്നത്. 33% സംവരണം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ നല്ല ഒരു പോംവഴി കാണിച്ചു തന്നിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് പുറംകാല് വെച്ച് ചവിട്ടി എറിഞ്ഞിരിക്കുക. അവസാനം അവർ തന്നെ പുറകെ നടക്കും, ഇതെങ്ങനെയെങ്കിലും നടത്തിത്താന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലെയുള്ള ഒരു സമയം ഇനിയും കിട്ടില്ല. അതവർ മനസ്സിലാക്കുന്നില്ല. മോദി സർക്കാർ ഈ ഒരു ബില്ല് നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇച്ഛാശക്തി ഒരു BJP പ്രവർത്തക എന്നുള്ള നിലയിലുണ്ടോ? അതിനുവേണ്ടിയാണ് ശ്രമങ്ങളൊക്കെ നടന്നത്. മോദിജി നടത്തിയ ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടായിരുന്നു. സർക്കാർ നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിന് 3/2 ഭൂരിപക്ഷമെങ്കിലും പാർലമെൻറ്റിൽ വേണം. അത് അവർ നൽകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് അസ്ഥാനത്തായിപ്പോയി. അവരുടെ ഈ ഒരു ധാർഷ്ട്യം കാരണം എല്ലാത്തിനെയും എതിർക്കുക, ഏത് നല്ല കാര്യമാണെങ്കിൽ പോലും എതിർക്കുക എന്നുള്ളതിനെ അവരത് വലിയൊരു ആഘോഷമായിട്ട് കാണുന്നത് കൊണ്ട് ഈ ഒരു നല്ല സംഭവം നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ നമുക്കിനി സമയമുണ്ട്. എന്തായാലും ഇവർക്കൊക്കെ ബുദ്ധി ജനിക്കും എന്ന് തോന്നുന്നു. വരുന്ന നാളുകളിൽ അത് നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, വട്ടിയൂർക്കാവിലെ പ്രതീക്ഷ എങ്ങനെയാണ്? 100% പ്രതീക്ഷയല്ല, അത് അറിവാണ്. ഇറ്റ്സ് എ നോളജ്, ഹോപ്പല്ല, അറിവാണ്. നമ്മുടെ അടുത്ത ശ്വാസമില്ലേ, അതെന്തായാലും വരും എന്നുള്ളൊരു അറിവില്ലേ, അതുപോലുള്ളൊരു അറിവ്. എന്തായാലും ആർ ശ്രീലേഖ നമ്മളോട് വ്യക്തമാക്കുന്നത് വരും നാളുകളിൽ മോദി സർക്കാർ ഈ ബില്ല് പാസ്സാക്കും, ഇത് നടപ്പിലാക്കും എന്നുള്ള സൂചന തന്നെയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു ബില്ല് പാസ്സാകാത്തതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞത് പ്രതിപക്ഷം ഭ്രൂണഹത്യ ചെയ്തുവെന്നും പ്രതിപക്ഷത്തിന് അതിനുള്ള ശിക്ഷ ലഭിക്കും എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുകയാണ് എന്നും മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് പ്രതിപക്ഷം നുണ പ്രചരിപ്പിക്കുകയാണ് എന്നും ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്തായാലും വെള്ളിയാഴ്ച പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. പ്രതിപക്ഷം എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്നു, സ്ത്രീകളിൽ നിന്ന് അവരുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത ശേഷം ആഘോഷിക്കുകയാണ്, അവർ വെറുതെ മേശയിൽ കൈ തട്ടുകയല്ല, മറിച്ചു സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അവഹേളിക്കുകയായിരുന്നു. എന്നാൽ സ്ത്രീകൾ എന്ത് മറന്നാലും അവർക്കുണ്ടായ അപമാനം മറക്കുകയില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഈയൊരു സാഹചര്യത്തിൽ തന്നെയാണ് ആർ ശ്രീലേഖയും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് വനിതാ സംവരണ ബിൽ വരും നാളുകളിൽ BJP നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കും എന്നുള്ളത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.